പുരുഷന്മാർക്ക് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ 100% തെറ്റാന്ന് പറയാൻ പറ്റില്ല. അതിൽ ഒരു 50% ഉണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് അതേപോലത്തെ മെറ്റീരിയൽസ് ഓൺലി മെറ്റീരിയൽസ് കൊടുത്തുകൊണ്ട് ചെയ്യാം. പക്ഷേ ഇതെല്ലാം നിർത്തുവാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഇപ്പോൾ കൃത്യമായി ഇതുപോലുള്ള ആളുകൾക്ക് പൈസ കൊടുക്കുന്നില്ല. അതൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കളി കളിക്കുന്നത്. ഇതേപോലുള്ള അത്ര വീഡിയോയ്ക്ക് ഇപ്പോൾ പൈസ കിട്ടുന്നില്ല. അതുകൊണ്ട് തനിയെ അത് നിന്നോളും. ഇതാ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറയുന്നത്, ഈ കാര്യങ്ങൾ അവർ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കണ്ടന്റ്സിന് പൈസ കൊടുക്കണ്ട. അപ്പോൾ പിന്നെ ഇതുപോലുള്ള ആളുകൾ വരൂല. ഞാൻ ചോദിക്കട്ടെ ആറാട്ടെണ്ണ, അല്ല അണ്ണ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് എനിക്ക് വിളിക്കാൻ ഭയങ്കര രസമായിട്ട് ആ വാക്ക് ഭയങ്കര ഈ അഥവാ യൂട്യൂബ് ഇങ്ങനെയൊന്നും പൈസ തരുന്നില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്ന് പൈസ കിട്ടുന്നില്ലെന്നായാൽ അണ്ണൻ ഈ പരിപാടി നിർത്തുവോ? നിർത്തുന്നില്ല. ഞാൻ ഈ ഫെയിം എൻജോയ് ചെയ്യുന്നുണ്ടോ, ഞാൻ ഈ പോപ്പുലാരിറ്റി എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇത് കാശിന് വേണ്ടി മാത്രമല്ല, ഇതൊരു സെൽഫ് ആക്ച്വലൈസേഷനാ അല്ലേ ഡോക്ടറെ? സാറിന്റെ ചോദ്യത്തിന് ഉത്തരം, പണി നിർത്തുമെന്ന് ചോദിച്ചു. ഒരു മിനിറ്റ്, ഈ പണി നിർത്തുമെന്ന് ചോദിച്ചു. ചോദ്യത്തിന് ഉത്തരം, അദ്ദേഹം പണി തുടരും എന്ന് വരെ അറിയോ? ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. എന്ന് ഇവര് നിർത്തുന്നു അന്ന് ഇദ്ദേഹം പണി നിർത്തും. അല്ല യൂട്യൂബേഴ്സ് ഇവിടെ ഇരിക്കുന്ന സാറേ, ഇവിടെ ആരെങ്കിലും അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. പണ്ഡിറ്റിനെ വീട്ടിലിരുത്താനുള്ള എളുപ്പ പണി എന്തുവാ? അല്ല, പണ്ഡിറ്റിന്റെ കണ്ടന്റ് പണ്ഡിറ്റ് മാത്രം ഇട്ട് പോവാണ്, അത് റീപോസ്റ്റ് ചെയ്യുന്നില്ല. പണ്ഡിറ്റിന്റെ ഒരു ഇന്നലെ വരെ ഇപ്പൊ സി ജെ റോയ് സാറിന്റെ മരണം അല്ലെങ്കിൽ സഞ്ജു സാംസനെ കുറിച്ച് ഞാൻ എഴുതിയത് സമയം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മനോരമ ചാനലും മറ്റുള്ള ഏഷ്യൻ ചാനലും സന്തോഷ് പണ്ഡിറ്റിന്റെ എത്രയോ കാര്യങ്ങളിൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പറയുന്നു. സന്തോഷ് പണ്ഡിറ്റ് ബാക്കിയുള്ളവരുടെ ഔദാര്യ മെയിൻസ്ട്രീം ചാനലുകള്, സാറ്റലൈറ്റ് ചാനലുകൾ അടക്കം ഈ പറയുന്ന ആറാട്ടണ്ണന്റെ പല പോസ്റ്റുകളും എടുത്തിട്ട് അവരത് പോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അപ്പൊ ആർക്കും അവിടെ ക്രെഡിബിലിറ്റി ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞ സൈഡാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ എല്ലാവർക്കും എക്സിസ്റ്റൻസ് ആണ് മാറ്റർ. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒരു പോയിന്റ് ആണ്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ചാനലിൽ ഇരുന്ന് വീഡിയോ ഇടുന്നു. അങ്ങേക്കുള്ള കോർ ഓഡിയൻസ് ഒരു 1 ലക്ഷം മാത്രമാണ്. 10 ലക്ഷം. മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. സ്വന്തമായി ചാരിറ്റി ചെയ്ത് സ്വന്തമായി കോമാളിത്തരം മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഈ വ്യക്തി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.